ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കിങ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങൾ വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് വളരെ സിമ്പിളായിട്ടിരിക്കുന്ന ഒരു എനർജിയാണ്. മറ്റുള്ളവരെ വളരെ സ്നേഹിക്കാനും റെസ്പെക്റ്റ് ചെയ്യാനും മറ്റുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കുകയും ഒക്കെ നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു ഈഗോ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ നിങ്ങൾ മാറ്റിക്കളയുന്നു എന്നുള്ളതാണ്. അതുപോലെ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വളരെ സ്നേഹത്തോടെ വരാനും നല്ല രീതിയിൽ നിങ്ങളോട് സംസാരിക്കാനും നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാനും ഒക്കെ പറ്റുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഈ സമയം നിങ്ങളോട് തുറന്നു പറയാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ സ്റ്റേബിളായിരിക്കും. ഒന്നിലും അധികം ഡിപ്രസ്ഡ് ആകാതെ, ഒന്നിലും അധികം അഡിക്റ്റഡ് ആകാതെ, എല്ലാം ഇതൊക്കെ എത്ര കണ്ടതാണ് എന്നൊരു ഭാവത്തിൽ നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ളതാണ്. എത്ര സന്തോഷം വന്നാലും അമിതമായി സന്തോഷിക്കില്ല, പക്ഷേ എന്നാൽ സന്തോഷമുണ്ട് താനും. അപ്പോൾ വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ളൊരു എനർജി ആണ്. മാത്രമല്ല ഈ ഒരു സമയം നിങ്ങൾക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സൗഹൃദം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരാൾ നിങ്ങളെ സഹായിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കാണുന്നത്. പിന്നെ മറ്റുള്ളവർ നിങ്ങളെ ആദരിക്കാനും നിങ്ങളോട് ചില കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനും മറ്റുള്ളവരുടെ ജീവിതത്തിലെ രഹസ്യങ്ങൾ ചിലപ്പോൾ നിങ്ങളോട് പറയാനുമൊക്കെ സാധ്യത കാണുന്നുണ്ട്. അതായത് നിങ്ങൾ വിശ്വസിക്കാൻ കൊള്ളാമെന്ന് മറ്റുള്ളവർക്കൊരു തോന്നൽ ഉണ്ടാകും. നിങ്ങളുടെ ഒരു സുഹൃത്ത് ചിലപ്പോൾ നിങ്ങളോട് മാത്രമായിട്ട് ചില കാര്യങ്ങൾ ഷെയർ ചെയ്യുമായിരിക്കാം. ചില ആൾക്കാർ എക്സ്പ്രസ് ചെയ്യാതിരുന്ന ആ ഒരു സ്നേഹം ഈ ഒരു സമയം നിങ്ങളോട് പറയുമായിരിക്കാം. അപ്പോൾ അത്തരത്തിലൊരു എനർജിയാണ് ഇതിൽ കാണുന്നത്. പിന്നെ ഇവിടെ 3 ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. ഇതിൽ ചില ആൾക്കാർക്ക് നിങ്ങൾ ഒന്നിലധികം ആൾക്കാർ ചെയ്യേണ്ട ജോലി ഈ സമയം നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ട ചില അവസരങ്ങൾ ഉണ്ട് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ സഹായമില്ലാതെ നിങ്ങൾക്ക് അത് സക്സസ്സിലെത്തിക്കാൻ സാധിക്കും എന്നാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹായം ഒന്നും തന്നെ ഇല്ലാതെ നിങ്ങളുടേതായ ക്രിയേറ്റീവ് കഴിവ് ഉപയോഗിച്ച് പുതിയൊരു കാര്യത്തിന് തുടക്കം കുറിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബുദ്ധിപരമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഈ സമയം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അതിനെ അഭിനന്ദിക്കുന്ന അവസരങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് ഇത്രയും കഴിവുണ്ടെന്ന് മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്.
നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ നിങ്ങളുടേതായ സൃഷ്ടികൾക്ക് രൂപം കൊടുക്കുന്നതായി ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടേതായ ക്രിയേറ്റീവ് കഴിവ് ഉപയോഗിച്ച് പുതിയൊരു കാര്യത്തിന് തുടക്കം കുറിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് പല കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്തു തീർക്കാൻ പറ്റും എന്നൊരു തോന്നലൊക്കെ ഈ സമയം ഉണ്ടാകുന്നു എന്നാണ്. പിന്നെ ഇവിടെ ലവേഴ്സ് വന്നിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ 2 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയും ഉണ്ട്. ഇതിൽ ചില ആൾക്കാർ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് പ്രയോറിറ്റിയുമൊക്കെ തരുന്ന റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങൾ എന്താണോ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പാർട്ട്ണർ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആരംഭിക്കുന്നു എന്ന് കാണുന്നുണ്ട്. ചില ആൾക്കാരിൽ പാസ്റ്റിൽ റിലേഷൻഷിപ്പിലൊക്കെ ഉണ്ടായിരുന്ന കുറേ ചലഞ്ചസ് ഒക്കെ എൻഡാക്കി നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ചില ആൾക്കാർക്ക് അതിൽ വീണ്ടും ഒരു റീയൂണിയൻ ഒക്കെ ഉണ്ടാകുന്നു എന്ന് പറയാം. അപ്പോൾ പാസ്റ്റിൽ അത് കാർമിക് കണക്ഷൻ ആയിരുന്നു എങ്കിൽ ആ കാർമിക് കണക്ഷനൊക്കെ എൻഡാക്കി നിങ്ങളത് വീണ്ടും ഒരു യൂണിയൻ ഉണ്ടാക്കുന്ന ഒരു എനർജി ഇതിലുണ്ട്. അപ്പോൾ നിങ്ങളെ വിശ്വസിക്കുകയും നിങ്ങളെ ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്ന, നിങ്ങൾക്ക് വാല്യൂ തരികയും ഒക്കെ ചെയ്യുന്ന ബന്ധങ്ങളിൽ നിങ്ങളെപ്പോഴും നിലനിൽക്കണം എന്നുള്ളതും, അതുപോലെ അങ്ങനെയല്ലാത്ത ബന്ധങ്ങൾ നിങ്ങൾ വിട്ടുകളയണം എന്നുമാണ് ഇവിടെ ഡിവൈൻ ഈ സമയം നിങ്ങളോട് പറയുന്നത്. പിന്നെ ഇവിടെ 6 ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു ട്രാവൽ ചെയ്യാൻ പോകുന്ന ഒരു എനർജിയാണ്. മാത്രമല്ല നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്കൊരു ചേഞ്ചാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതിന് സാധിക്കും എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. ഇതിൽ നിങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി ഒരു യാത്ര പോകുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇത് നിങ്ങൾ കുറേ കാലം കൊണ്ട് ആഗ്രഹിച്ച ഒരു യാത്രയാവാം. അതിനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു യാത്ര പോകുന്ന ഒരു എനർജിയാണ്. അത് വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് നിങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പലതവണ ശ്രമിച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ അത് നടക്കാതെ പോയിട്ടുണ്ടാവാം. എന്നാൽ ഈ സമയം നിങ്ങളത് റീസ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് ചിലപ്പോൾ കുറേ ആൾക്കാർക്കും നിങ്ങൾ ഏതെങ്കിലും രാജ്യത്തേക്ക് പോകുന്ന ഒരു എനർജിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മറ്റെവിടേക്കെങ്കിലും മാറി താമസിക്കാൻ ആഗ്രഹിച്ചിരുന്ന ആളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ പോകുന്നതാവാം. നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നിടത്ത് നിന്നും ഒരു ചേഞ്ചാണ്. അത് ഒരു പുതിയ വീട്ടിലേക്കോ പുതിയ ഓഫീസിലേക്കോ അങ്ങനെയൊക്കെ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ഇതിൽ കുറേ ആൾക്കാർ ഒരു തീർത്ഥാടന യാത്ര പോകുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കുന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നു എന്നാണ് ഇതിൽ കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം ലഭിക്കുന്നിടത്ത് നിങ്ങൾ നടക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. പിന്നെ ഇവിടെ 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചില ആൾക്കാർ കുറേ നെഗറ്റീവ് തോട്ട്സിൽ ഇരിക്കുന്നുണ്ട്. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചില ചലഞ്ചസൊക്കെ വരുമ്പോൾ നിങ്ങൾ പേടിച്ചു പോകുന്നു എന്നുള്ളതാണ്. ഇതെങ്ങനെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, അല്ലെങ്കിൽ എനിക്കങ്ങനെ പറ്റുമോ, വീണ്ടും പാസ്റ്റിലെ കുറേ എക്സ്പീരിയൻസ് വീണ്ടും ആവർത്തിക്കുമോ എന്നൊക്കെ വിഷമിച്ച് ആലോചിച്ചിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ നഷ്ടപ്പെട്ടു പോയ കാര്യം അത് പൈസയായിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കുന്ന ആളുകളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 4 ഓഫ് കപ്സിൻ്റെ ഒരു
എനർജിയും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശരിക്കും നിങ്ങൾക്കിപ്പം നിങ്ങളുടെ കയ്യിലില്ലാത്ത ഒരു കാര്യത്തിൽ അതിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുടെ ഒരു എനർജിയാണ് ഇത്. നിങ്ങൾക്ക് മിസ്സിങ് ആയ ആ ഒരു പോയിന്റ് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ബോധേഡല്ലാതിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു മിസ്സിങ് ആയിട്ടുള്ള പോയിന്റിൽ തന്നെ ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കുള്ള കാര്യങ്ങൾ നന്നായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വരും. അപ്പോൾ അത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് ഉള്ളതിൽ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ഇല്ലാത്ത കാര്യത്തെ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കാതിരിക്കുക. ചിലപ്പോൾ കൂടുതലും റിലേഷൻഷിപ്പിൽ ചില ആൾക്കാരുമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടായതിൻ്റെ പേരിൽ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നുണ്ടാവാം. അത്തരം ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട്. ആ ഒരു കാര്യം കൂടി ശരിയായിരുന്നുവെങ്കിൽ ബാക്കിയെല്ലാം ഓക്കെ ആണ് എന്ന് ചിന്തിക്കുന്നുണ്ടാവാം. അത്തരത്തിൽ ചിന്തിച്ചിരിക്കുന്ന ആളുകളുടെ ഒരു എനർജിയും ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളോട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒന്ന് സംസാരിച്ചില്ലെന്നോ അല്ലെങ്കിൽ അവർ നിങ്ങളെ മിസ്ബിഹേവ് ചെയ്തെന്നോ ഒക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ ബാക്കി എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാർ നിങ്ങൾ മനസ്സിലാക്കുക, അങ്ങനെയല്ല. നിങ്ങളൊന്ന് ഉണർന്നെണീക്കാനാണ് ഈ സമയം ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ മുന്നിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് വളരെ സന്തോഷിച്ചിരിക്കാനാണ് ഇവിടെ ഡിവൈൻ നിങ്ങളോട് ഈ ഒരു സമയം പറയുന്നത്. പിന്നെ ഇവിടെ സ്ട്രെങ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങൾ കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് എത്രമാത്രം സ്ട്രെങ്ത് ഉണ്ട് അത് നിങ്ങൾ ഉപയോഗിക്കണം എന്നുള്ളതാണ്. പല ആൾക്കാർക്കും അത് ഹിഡൻ ആയിട്ട് കിടക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര കഴിവുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതുവരെ അത് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ഇതിൽ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആകും എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ ഉണ്ട്. പക്ഷേ പലപ്പോഴും നിങ്ങൾക്കത് അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കാൻ ഈ ഒരു സമയം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. മാത്രമല്ല ഇവിടെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. മാത്രമല്ല ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വിചാരിച്ചാൽ സാധ്യമാകാത്തതായിട്ട് ഒരു കാര്യങ്ങളും ഇല്ല എന്നുള്ളതാണ്. ജീവിതത്തിൽ നമ്മൾ വിചാരിച്ചാൽ പിടിച്ചെടുക്കാൻ പറ്റാത്തതായി ഒന്നും തന്നെയില്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എപ്പോൾ തിരിച്ചറിയുന്നുവോ അവിടെ നിങ്ങളുടെ പ്രോഗ്രസ് ആരംഭിക്കും എന്നാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സന്ദേശം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്താനും നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇവിടെ 10 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. ഈ സമയം നിങ്ങൾ ഫാമിലിയുമായിട്ട് വളരെ സന്തോഷത്തിലും സമാധാനത്തിലുമൊക്കെ ഇരിക്കാനുള്ളൊരു അവസരം ഉണ്ടാകും എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു വിവാഹത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗ്ഷനോ ഒക്കെ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം പോകാൻ നല്ലൊരു സാധ്യത കാണുന്നുണ്ട്. നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടാവാം. അതിനൊരു സാധ്യതയുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങളെ ഇഷ്ടപ്പെടുകയും നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യാൻ ഈ സമയം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കഴിയും എന്നാണ് ഇതിൽ കാണുന്നത്. പിന്നെ ഇവിടെ മൂൺ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സൈക്കിക് എബിലിറ്റി വർദ്ധിക്കാനും പോസിറ്റീവായിട്ട് ഇരിക്കാനും നിങ്ങളുടെ ഇൻഡ്യൂഷനെ ശ്രദ്ധിക്കാനുമാണ്
പറയുന്നത്. അപ്പോൾ ഇതിൽ ഡിവൈനിൽ നിന്നുള്ള ആ ഒരു സൈൻ നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്നാണ്. പിന്നെ ചില ആൾക്കാർക്ക് അൺനെസസറി വറി ഉണ്ടാകും എന്ന് കാണുന്നുണ്ട്. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ടെൻഷൻ അടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ഭയം മാറ്റി വയ്ക്കുക. പേടിക്കുമ്പോഴാണ് ടെൻഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ വരുന്നത് വരട്ടെ എന്നൊരു ആറ്റിറ്റ്യൂഡ് ഈ സമയം നിങ്ങൾ ഉണ്ടാക്കുക. നിങ്ങളെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ഈ സമയം ഉണ്ടാക്കാൻ പറ്റും എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഈ സമയം വർദ്ധിച്ചു വരുന്നു എന്നാണ്. കാരണം നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാണോ, നിങ്ങൾ മുന്നോട്ട് പോകുന്ന വഴി ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നാണ്. ചിലർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നെഗറ്റീവായാലും പോസിറ്റീവായാലും നിങ്ങളിൽ വരുന്ന ഇൻറ്റ്യൂഷനെ നിങ്ങൾ വിശ്വസിക്കുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് വരുന്നു എന്ന് മനസ്സിലാക്കുക. അതുപോലെ നിങ്ങളുടെ ഇമോഷൻസ് ഒന്ന് ശ്രദ്ധിക്കുക. കൂടുതലായും നിങ്ങളിൽ ഈ സമയം ഉണ്ടാവുന്ന തോന്നലുകളെ വെറും തോന്നലുകളായി മാറ്റിക്കളയാതെ അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ദൈവം തരുന്ന ചില മെസ്സേജസ് ആണ് എന്ന് വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. അതൊക്കെ വെറും തോന്നലുകളാണ് എന്ന് കരുതി മാറ്റിക്കളയാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ 8 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ വിട്ടുകളയേണ്ട കാര്യങ്ങളെ നിങ്ങൾ വിട്ടുകളയണം എന്നുള്ളതാണ്. നിങ്ങളത് ഹോൾഡ് ചെയ്ത് വയ്ക്കാതിരിക്കുക. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടിയ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തുന്നത്. ഇത് വേണം, അല്ലെങ്കിൽ ഇതില്ലാതെ എനിക്ക് പറ്റില്ല എന്നൊക്കെ നമ്മൾ ഇവിടെ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ കുറേ സന്തോഷം കണ്ടെത്തിയ നിമിഷങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ അതിൽ തന്നെ നമ്മൾ പിടിച്ചിരിക്കാതെ അതിൽ നിന്ന് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നാണ്. നമുക്ക് പലതരത്തിലുള്ള ബ്ലോക്കേജസ് വരുന്നത്. ഇപ്പോൾ ജോലിസ്ഥലത്താണെങ്കിൽ പോലും നമ്മുടെ ഭാഗ്യത്തെ ഇല്ലാതാക്കി കളയുന്നതും എല്ലാം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മളിൽ നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇതിപ്പോൾ ആദ്യം വേദനയൊക്കെ തോന്നും വിട്ടുകളയാൻ, പക്ഷേ എന്നാലും ഇതെല്ലാം തിരിച്ചറിയേണ്ടത് നല്ലതാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ചില ചിന്തകൾ വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ ചില ആളുകൾ വീട് വിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു എനർജിയുമുണ്ട്. ഒരു പക്ഷേ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുന്നതിനായിട്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകുന്നതാവാം. അതല്ലാന്നുണ്ടെങ്കിൽ ജോലിക്കായിട്ട് നിങ്ങൾ വീട് വിട്ട് മറ്റെവിടേക്കെങ്കിലും പോകുന്നതാവാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറേ കാര്യങ്ങളെ നിങ്ങൾ മാറ്റി നിർത്തി മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത്. പിന്നെ ഇവിടെ ചാരിയറ്റാണ് വന്നിട്ടുള്ളത്. ഇതിൽ തീർച്ചയായും എന്തു വന്നാലും മുന്നോട്ട് പോകും എന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടെന്നാണ് കാണുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഈ സമയം ഒരു മൾട്ടിപ്പിൾ ടാസ്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഈ സമയം അത്തരത്തിലൊരു കാര്യം ചെയ്തിട്ടുണ്ടാവാം. നിങ്ങളുടെ ഓഫീസിലെ തിരക്കും ഒക്കെ ഉണ്ടാവാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് തന്നെ സ്വയം നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങളുടെ ഇമോഷൻസിനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ്. ഒരു ആത്മവിശ്വാസം ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടാകും. എന്തെന്നാൽ നിങ്ങളുടെ മനസ്സും ഹൃദയവും ഒരു ബാലൻസിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സമയമാണ് ഇത്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും വളരെ പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നൊരു ഉറച്ച തീരുമാനം നിങ്ങൾ എടുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് മറ്റുള്ളവർക്കൊരു പ്രൊട്ടക്ഷൻ കൊടുക്കാനോ അവർക്കൊരു ഗൈഡൻസ് കൊടുക്കാനുമൊക്കെ പറ്റും എന്നൊരു വിശ്വാസമൊക്കെ ഈ സമയം തോന്നി തുടങ്ങുന്നുണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ
നിങ്ങളുടെ ഹാർഡ് വർക്കിനുള്ള ആ ഒരു പ്രതിഫലം ഇവിടെ കിട്ടുന്നുണ്ട്. പാസ്റ്റിൽ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി ചെയ്ത എന്തോ ഒരു പ്രവൃത്തിക്ക്, അല്ലെങ്കിൽ അത്രമാത്രം എഫേർട്ട് എടുത്ത എന്തോ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് പ്രതിഫലം വരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ കർമ്മഫലം അനുഭവിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. ശരിക്കും നിങ്ങൾ കുറേയധികം കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യത്തെ ഈ സമയം തിരഞ്ഞെടുക്കുന്നുണ്ടാവാം. മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ബാലൻസ് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. മാത്രമല്ല ഇവിടെ നിങ്ങളുടെ വിൽ പവർ നിങ്ങൾ പ്രകടിപ്പിക്കും എന്നുള്ളതാണ്. നിങ്ങൾ എന്താണെന്ന് മറ്റുള്ളവർക്ക് കൂടി ഈ സമയം മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. പിന്നെ ഇവിടെ ഹയറഫൻറ്റിൻ്റെ ഒരു എനർജിയും വന്നിട്ടുണ്ട്. നിങ്ങളൊരു സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് ഈ സമയം നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് സ്പിരിച്വൽ ഗൈഡൻസ് കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ പോകുന്ന ഒരു എനർജി ഇതിൽ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഏസ് ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജിയുമുണ്ട്. ഇതിൽ പുതിയ കാര്യങ്ങൾ ചെയ്ത് അതിൽ നിന്നും നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകും എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളിലേക്ക് പൈസ വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പുതിയ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങുന്നതാവാം. അത് നിങ്ങൾ തുടങ്ങിയെങ്കിൽ അത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതിൽ നിന്ന് ലാഭം കിട്ടാൻ നിങ്ങൾക്ക് തുടങ്ങുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളെ ഒരു ഗ്രേറ്റ് ഹാപ്പിനെസ്സിലേക്ക് കൊണ്ടെത്തിക്കുന്ന എന്തോ ഒരു കാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഇത് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.